റസലിൻ്റെ ഓർമ്മകൾ എങ്ങനെ ഓർത്തെടുക്കുന്നു? സഹാബ് റസലുമായിട്ട് എനിക്ക് വളരെ അടുപ്പമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം CPM-ൻ്റെ രണ്ടാം വട്ടവും ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഫോണിലൂടെ ഞാൻ വിളിച്ച് അദ്ദേഹം അഭിനന്ദിച്ചിരുന്നു. ഞങ്ങൾ തമ്മിൽ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സംസാരിക്കാറുണ്ട്. വികസനപരമായ ചങ്ങനാശ്ശേരിയുടെ പ്രശ്നങ്ങൾക്ക് ചർച്ച ചെയ്യാറുണ്ട്. വ്യത്യസ്തമായ രാഷ്ട്രീയ ചേരിയിലാണെങ്കിലും സുഹൃത്ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ശ്രീ റസൽ. ഞാനിവിടെ MP ആയി വന്ന കാലം മുതൽ അദ്ദേഹവുമായിട്ട് നല്ല അടുപ്പത്തിലും ബന്ധത്തിലുമാണ്. തീർച്ചയായും അദ്ദേഹം CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ മാത്രമല്ല, നമ്മുടെ ഈ നാടിൻ്റെ പൊതുകാര്യങ്ങളെല്ലാം തന്നെ പ്രത്യേകമായി താല്പര്യമെടുക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഒക്കെ ഏർപ്പെടുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ CPM-ന് കടുത്ത നഷ്ടമാണ്, കനത്ത നഷ്ടമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചങ്ങനാശ്ശേരിക്കും ഏറ്റവും വലിയ നഷ്ടമാണ് റസലിൻ്റെ നിര്യാണം മൂലം ഉണ്ടായിരിക്കുന്നത്. റസൽ മരിച്ചു എന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അങ്ങനെ ഒരു അസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്ര ഗുരുതരമായ ഏതെങ്കിലും ഉണ്ടെന്നുള്ളതൊന്നും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലോ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് അദ്ദേഹം അപ്പോളോ ഹോസ്പിറ്റലിൽ പോയെന്നും ആരോഗ്യപരമായ അസുഖങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അത്രയും ഈ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം വളരെ വിജയകരമായി നടത്തി അതിന് ഒരുപാട് സമരപരിപാടിയും പ്രക്ഷോഭ പരിപാടികൾക്കൊക്കെ തന്നെ ശക്തമായി നേതൃത്വം നൽകുന്ന ഒരാളെന്ന നിലയിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു അസുഖം ഇതിനുണ്ടെന്ന് മനസ്സിലാക്കുക, അതിനെ തുടർന്ന് മരണിക്കുക എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാനാവാത്തൊരു വേർപാടാണ് റസലിൻ്റെ അങ്ങേറ്റം.